ധ്യാനാംശം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. 76 ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അവിടെ വെച്ചു അവൻ വില്ലിനെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. നീ ഭയങ്കരനാകുന്നു, നീയൊന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കുന്നവൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ടു അമർന്നിരുന്നു. അവസാന 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ,
ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, പകൽക്കാലം ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. അവൻ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ പ്രതികൂലത്തിന്റെ ശക്തികൾ ഉയർന്നു വരുമ്പോൾ, പ്രതിബന്ധനങ്ങളേറി വരുമ്പോൾ, പിശാചിന്റെ പോരാട്ടങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലത്തെ അല്ല വലുതായിട്ട് കാണേണ്ടത്. നിനക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രതിബന്ധനങ്ങളെ, പ്രതികൂലങ്ങളെ വിജയം പ്രാപിച്ചുകൊണ്ട് ശത്രുവിന്റെ സകല പദ്ധതികളെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ്, വളരെ ആഗ്രഹത്തോടുകൂടെയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന സക്കറിയാവ് വളരെ ആഗ്രഹത്തോടുകൂടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു. ആലയത്തിന് മണിക്കൂറുകൾക്ക് വേണ്ടി അവൻ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ചില ആളുകൾ അവന്റെ പണിക്ക് വിരോധമായി എഴുന്നേറ്റു, അവന് നേരെ സംസാരിച്ചു. ദൈവത്തിന്റെ ദാസൻ സെക്കരിയാവിനോട് സെരുബാബേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സെക്കരിയാവ് പറയുകയാണ്, സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാ പ്രതിബന്ധനയിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ഒരു കൊടി സമാനമായി, ഒരു മണൽ സമാനമായി നിന്റെ കാൽ കീഴെ വീഴുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക. പ്രതിബന്ധനങ്ങൾ മറ്റൊരുവന്റെ കരമല്ല, നിന്റെ കൈ തന്നെ അതിന് പൂർത്തീകരണം വരുന്നു. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എന്റെ ആത്മാവിനാലത്രേ. ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്, കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം അല്പസമയം അതരങ്ങളെ തുറന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്പസമയം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ സഹായിക്കണമേ, അവിടെ എന്നെ ശക്തീകരിക്കണമേ, എന്നെ ഭാരപ്പെടുത്തുന്ന രോഗബന്ധനങ്ങളെ, എന്നെ ഭാരപ്പെടുത്തുന്ന കടഭാരങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമേ. സോദര കർത്താവേ, പല പ്രതിവാദങ്ങളുടെ വാക്കുകൾ ഞാൻ കേട്ടിരിക്കുകയാണ്. പരിഹാസ
കേട്ടിട്ടിരിക്കുകയാണ്. ഞാൻ എപ്രകാരം കാലിലേക്ക് മുമ്പോട്ട് പോകുമെന്ന് കാലിനെ നോക്കിയിരിക്കുന്ന അനേക ആളുകൾ എന്റെ ചുറ്റുപാടുമുണ്ട് കർത്താവേ. എനിക്ക് മറുപടി തരണമേ. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം ദൈവത്തെ പാടി ആരാധിക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തി ദൈവകൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ ദൈവദാസനെ എല്ലാവരും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവാദത്തിലായിരിക്കുന്ന നിമിഷമാണ് ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി ദൈവോട് മാറ്റണമേ. കർത്താവ് കടന്നു വന്നതുപോലെ അല്ലപ്പാ, ഹൃദയത്തിൽ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളുണ്ട് ദൈവം. അതെല്ലാം ഇന്ന് പകൽക്കാലം മറന്ന് ആരാധിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. മടങ്ങി പോകുമ്പോൾ വിടുതൽ കണ്ടുകൊണ്ട് ദൈവ പ്രവൃത്തി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവോടൊന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ എന്നെ ദൈവോട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വായിച്ച സങ്കീർത്തന വേദഭാഗത്തിനായി സ്തോത്രം. സംസാരിപ്പാൻ എന്നെ ബലപ്പെടുത്തണം. നാവോടും വായോടും ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം. ദൈവകൃപയിൽ എന്നെ ദൈവോട് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിടുന്ന് ശക്തീകരിക്കണം. കർത്താവെ കേൾക്കുന്നവർക്ക് കർത്താവ് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിധിയിലാണ്. കർത്താവിന്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പകൽക്കാലം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ആയിരുന്നിടത്ത് ദൈവത്തിന്റെ കൃപ കൂടെയിരുന്നു. ദൈവം നമ്മളെ പരിപാലിച്ചു. ആപത്ത് അനർത്ഥമെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചു. ആരോഗ്യത്തോടുകൂടെ ബലത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ദൈവപാദത്തിലായിരിക്കുന്ന ദൈവമക്കൾ, കർത്താവിന്റെ ദാസൻ, ഭാഷ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. 76-ാം സങ്കീർത്തനമാണ് നിർവൽക്കാലം നാം വായിക്കുവാൻ വേണ്ടി ഇടയായിത്തീരുന്നത്. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ആസാഫിന്റെ ഒരു സങ്കീർത്തനം, ഒരു ഗീതമെന്ന് ഇതിന്റെ ഹെഡിങ്ങിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ 76-ാം സങ്കീർത്തനം ആസാഫിനെ പറ്റി നാം പരിശോധിക്കുമ്പോൾ സ്തോത്രം വേദപുസ്തകം നൽകുന്നത് ദൈവാലയ
ഇതിലെ സംഗീത ശുശ്രൂഷകന്മാരിൽ പ്രമാണിയായിരുന്നു, അല്ലെങ്കിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആസാഫ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആസാഫിനെ, ഹല്ലേലൂയ സ്തോത്രം, ആലയത്തിന്റെ ഉള്ളിൽ സ്തോത്രം, ഹല്ലേലൂയ കൊണ്ടുവന്ന് സ്തോത്രം, പലരും മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം അവനെ ഉയർത്തുവാൻ വേണ്ടിയിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ആസാഫ് പാടുകയാണ്, സ്തോത്രം, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ നാമത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ദൈവം യഹൂദയിൽ എന്ത് ചെയ്യുന്നു? പ്രസിദ്ധനാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്ന ദൈവം അവൻ പ്രസിദ്ധനായ ദൈവമാണ്. സ്തോത്രം, അവൻ വലിയവനായ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഏതെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ നാമത്തെ അല്ല ഇന്ന് പകലിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഈ ലോകത്തിൽ പല ദൈവങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കോട്ടയത്തെ ദൈവത്തിനെ പത്തനംതിട്ടയിലെ ദൈവത്തിന് അറിയത്തില്ല, കേരളത്തിലെ ദൈവത്തിനെ തമിഴ്നാട്ടിലെ ദൈവത്തിന് അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പല ദൈവങ്ങളും സംസ്ഥാനങ്ങൾ കൊണ്ട്, രാജ്യങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഭൂഖണ്ഡങ്ങൾ കൊണ്ട് അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യം, അവന്റെ നാമം ഭൂമി മുഴുവനും ഉയർന്നുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നാം ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഹല്ലേലൂയ സ്തോത്രം അനേക ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. മാത്രമല്ല ഈ ലോകത്തിൽ ഹല്ലേലൂയ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ നാമമാണ്. സ്തോത്രം, അത് രാത്രിയായാലും പകലായാലും സന്ധ്യയായാലും പ്രഭാതമായാലും എപ്പോഴും വിശുദ്ധന്മാർ, താൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം എപ്പോഴും അവന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്ന ദൈവം അവൻ പ്രസിദ്ധനാണ്, അവൻ വലിയവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ ദൈവത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അവന്റെ നാമം എന്ത് ചെയ്യുന്നു? ഇസ്രായേലിൽ വലുതാകുന്നു. സ്തോത്രം, ദൈവത്തിന്റെ നാമം അത് സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിവിധ നിലകളിൽ സ്തോത്രം കർത്താവിന്റെ നാമം അല്ലെങ്കിൽ യഹോവയുടെ നാമം സ്തോത്രം വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവജനം ഉയർത്തുവാൻ വേണ്ടിയിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഇടയനായ ദൈവം, സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് അവൻ ഇടയനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ദൈവം ഇടയനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇടയന്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. ആടുകളെ മേയ്ക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആടുകളെ മേയ്ക്കുന്നത് ഇടയനാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടയൻ തന്റെ ആടിന് വേണ്ടി എന്ത് നൽകുന്നു? ജീവനെ നൽകുന്നു. സ്തോത്രം. ഇടയന്റെ പ്രത്യേകത, ആടിനു വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ ഇടയൻ തയ്യാറാണ്. സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, 100 ആടുള്ള ഇടയൻ ഒന്നിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഒന്ന് പോയി അല്ലെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് വെച്ചില്ല, ആ 99 ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആ ഒന്നിനു വേണ്ടി പോയ ഒരു ഇടയനുണ്ട്. ഇന്നും പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ഒരു കൂട്ടത്തിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം നേതാക്കന്മാരെ നോക്കുമ്പോൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് ആൾക്കൂട്ടത്തിനാണ്. എന്നാൽ എന്റെ ദൈവം പ്രാധാന്യം കൊടുക്കുന്നത് ആൾക്കൂട്ടത്തിനല്ല. ആര് അവനെ അനുഗമിക്കുന്നുവോ, ആര് അവനെ അറിയുന്നുവോ, ആ വ്യക്തിയെ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പകൽക്കാലം ഇത്രയും പേര് സ്തോത്രം ഇവിടെ കൂടിയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ.
വ്യക്തിപരമായി നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചിന്തകളുണ്ട്, നമ്മുടേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പരസ്പരം അറിയത്തില്ല എങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഇവിടെ പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് നന്നായി അറിയത്തില്ല എങ്കിലും സ്തോത്രം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. രാവിലെ നാം എഴുന്നേൽക്കല്ല സ്തോത്രം, ഇന്നലെ രാത്രിയിൽ നാം കിടന്നുറങ്ങി ഈ സമയം വരെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ, നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ വിചാരങ്ങൾ, നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ആകുലങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇടയനാണ്. സ്തോത്രം ഹല്ലേലൂയ. ആ ഇടയന്റെ ശബ്ദം ആര് കേൾക്കുന്നുവോ, ആ ഇടയനെ ആര് അനുഗമിക്കുന്നുവോ അവൻ അറിയുന്ന ദൈവമാണ്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-17 വേദ അധ്യായങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം സ്തോത്രം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ദൈവം ഇസ്രായേൽ ജനത്തെ മേയിക്കുവാനുള്ള അധികാരം കൊടുക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത്, ആരും കാണാതിരുന്ന സ്ഥാനത്ത് ദൈവം ദാവീദിനെ കാണുവാൻ വേണ്ടി ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം ആരും നമ്മളെ അറിയാതിരിക്കുമ്പോൾ, ആരും നമ്മളെ കാണാതിരിക്കുമ്പോൾ, ആരും നമ്മളോട് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപക്ഷെ നമ്മൾ പലരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ? സ്തോത്രം. ഒരാശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, ഒരു കുറെ നേരം വർത്താനം പറയാൻ വേണ്ടിയെങ്കിലും നമ്മളെ വിളിച്ചു, നമ്മൾ പലരെയും വിളിച്ചു. എന്നാൽ പലർക്കും സമയം കിട്ടിയില്ല. സ്തോത്രം. നമുക്ക് ദുഃഖമുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. ആരും എന്നെ കേൾക്കുന്നില്ല, ആരും എന്നെ അറിയുന്നില്ല എന്ന് പകൽക്കാലം ചിന്തിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ സ്തോത്രം, ആരും ഇല്ലാത്തപ്പോൾ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ് അവനോട് ചേർന്നിരുന്ന അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവന്റെ ആലോചന കേൾക്കുവാൻ, അവന്റെ ഹല്ലേലൂയ സ്തോത്രം വചനം കേൾക്കുവാൻ ആരാധിക്കുമോ അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആരും അറിയാതെ ഇരുന്നപ്പോൾ ദാവീദിനെ എന്ത് ചെയ്തു? ദൈവം അല്ലെങ്കിൽ ഉയർത്തി, അല്ലെങ്കിൽ മാനിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം ഹല്ലേലൂയ നാം പരിശോധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിന്റെ പിതാവായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അബ്രഹാം, ബഹുജാതികളുടെ പിതാവായിരിക്കുന്ന, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം തന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളും മകനെ. സ്തോത്രം. അവിടെ വായിക്കുന്നത് അവൻ യഹോവ ഈരെ ആണ്. അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ യാഗത്തിനുള്ള തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്. യാഗമൃഗം എവിടെ എന്ന് സ്തോത്രം ഇസ്ഹാക്ക് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉറപ്പോടുകൂടെ, ധൈര്യത്തോടുകൂടെ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളും. സ്തോത്രം ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന തന്റെ മകനെ അവൻ അർപ്പിച്ചിട്ടും ഹല്ലേലൂയ ദൈവം അത് മടക്കി കൊടുക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം നാം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ, നമ്മുടെ യാത്രയിൽ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്തായി തീരും, എങ്ങനെയായി തീരും ഹല്ലേലൂയ എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ആരും നമുക്ക് വേണ്ടി കരുതാനില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട, ദൈവത്തിന്റെ ആലോചന കേട്ട, ദൈവത്തിന്റെ വിളി കേട്ട ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വിളിച്ച ദൈവമാരാ? വിശ്വസ്തനായ ദൈവമാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവമാണ് എന്നോട് ഹല്ലേലൂയ പോകുവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് അബ്രഹാമിന് മനസ്സിലായപ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ സ്തോത്രം ഞാൻ പറയുന്ന സ്ഥലത്ത് മോറിയ ദേശത്ത് കൊണ്ട് യാഗമർപ്പിക്കണം. സ്തോത്രം ഹല്ലേലൂയ. അബ്രഹാം വിചാരിച്ചു, സ്തോത്രം
ഹല്ലേലൂയ. കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും സകലതിനെയും വിട്ടുപോകുക എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തങ്ങളൊക്കെയും കൊടുത്ത ദൈവം ഇപ്പോൾ പറയുകയാണ്, നിന്റെ മകനെ യാഗമർപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളാണ് എന്ത് ചെയ്യണം? ചെയ്തേനെ. സ്തോത്രം. നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, നിന്റെ ആലോചന തന്നെയാണ്. സ്തോത്രം. നീ തന്നെയാണോ പറയുന്നത്? സ്തോത്രം. രാത്രിയിൽ പറയുക. 3 ദിവസത്തെ ഉപവാസം അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം എന്ത് ചെയ്തു? അധികാലത്തെ എഴുന്നേറ്റു. സ്തോത്രം. ആ ദൈവത്തെ അനുസരിക്കുവാനുള്ള, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കുവാനുള്ള ആ മനുഷ്യന്റെ ഹല്ലേലൂയ സ്തോത്രം, ആ ഹല്ലേലൂയ സ്തോത്ര പ്രവൃത്തികളൊന്നും മനസ്സിലാക്കിക്കേ, അവൻ ചെയ്തു വരുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കേ, അധികാലത്ത് എഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരുമായിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണണമെങ്കിൽ, ദൈവത്തിന്റെ കരുതൽ നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കണം. സ്തോത്രം. എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കണം. സ്തോത്രം. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പോയിട്ട് പറയുകയാണ് യഹോവ കരുതിക്കൊള്ളും. നടക്കുകയല്ല. ദൈവത്തിന്റെ വഴിയെ നീ പോണം, ദൈവം പറഞ്ഞെടുത്ത് പോണം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെല്ലുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ഇടയായിത്തീരുന്നത്. എന്റെ മകനായിരിക്കുന്ന ഈസഹാക്കിനെ യാഗപീഠത്തിന്മേൽ കിടത്തി അവനെ അറുക്കുവാൻ കത്തി ഓങ്ങുമ്പോൾ, ഓ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ദോഷവും ചെയ്യരുത്. ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുമ്പോൾ അബ്രഹാം തിരിഞ്ഞു നോക്കി, ആരാണെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഒരു കോലാട്ടുകൊറ്റനെ ദൈവം അവിടെ കരുതുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ മകനെ, അതിലെ ശൂന്യതയുടെ നടുവിലായിരിക്കാൻ നീ ആയിരിക്കുന്നത്. അതിലെ പല ചോദ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നേരെ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ വിളിയേറ്റ് ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, നിനക്ക് വേണ്ടി തക്ക സമയത്ത്, കറക്റ്റ് സമയത്ത്, കറക്റ്റ് സ്ഥലത്ത് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. അവൻ കരുതുന്ന ദൈവമാണ്. ദൈവത്തിന്റെ നാമത്തിന്റെ പ്രത്യേകത പറയുന്നത്, ഒന്ന്, നമ്മുടെ ദൈവത്തിന്റെ നാമം അവൻ ഇടയനാണ്. രണ്ടാമത് യഹോവ കരുതുന്നവനാണ്. സ്തോത്രം. മൂന്നാമത് ഹല്ലേലൂയ സ്തോത്രം, അവൻ നമ്മളെ സൗഖ്യമാക്കുന്നവനാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 25-26 വേദഭാഗങ്ങൾ. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം സ്തോത്രം ചെങ്കടലിൽ കൂടെ കടന്ന് പ്രയാണം ചെയ്ത് അവർ ശൂർ മരുഭൂമിയിൽ എത്തി. 3 ദിവസം മരുഭൂമിയിൽ ജനം വെള്ളം കിട്ടാതെ ഇരുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം മാറായിലെത്തിയപ്പോൾ അവർ വെള്ളം കണ്ടു. പക്ഷെ എന്തായിരുന്നു? കയ്പായിരുന്നു. സ്തോത്രം. മോശെ എന്ത് ചെയ്തു? സ്തോത്രം. ഹല്ലേലൂയ. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ അത് മധുരമായി തീർന്നു. സ്തോത്രം. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ അവരെ പരീക്ഷിച്ചു. സ്തോത്രം.
3 ദിവസം വെള്ളം കിട്ടാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവർ അവനെ പരീക്ഷിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആ വെള്ളം മധുരമുള്ളതായി തീർന്നപ്പോൾ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, യഹോവയായ ദൈവം പറയുന്നത് നീ അനുസരിച്ചു കൊള്ളണം, നീ കേട്ടുകൊള്ളണം. അവന്റെ കൽപ്പനകളിലും പ്രമാണങ്ങളിലും നീ നടന്നാൽ മിസ്രയീമിലേക്ക് വരുത്തിയ യാതൊരു ബാധകളും നിനക്ക് വരികയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറായുടെ അനുഭവങ്ങൾ കടന്നു വരാം. കയ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ, കയ്പ് നീ രുചിച്ചാലും കയ്പ് ദൈവം നിന്നെ കുടിപ്പിക്കത്തില്ല. മാറായ മധുരമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം നീ ഹല്ലേലൂയ മാറാ അല്ലെങ്കിൽ കയ്പ് നീ ഹല്ലേലൂയ സ്തോത്രം രുചിച്ചായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ കയ്പ് നീ ദൈവം നിന്നെ കുടിപ്പിക്കത്തില്ല. അവൻ നിന്നെ കുടിപ്പിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആ മാറായുടെ അനുഭവങ്ങളെ മധുരമാക്കി ഹല്ലേലൂയ നിന്നെ മുമ്പോട്ട് നയിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അനുസരിച്ചു കൊള്ളണം. അല്ലെങ്കിൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു ബാധകളും നിനക്ക് വരുത്തിയില്ല. കാരണം അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവത്തെ അനുസരിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. 17-ാം അധ്യായം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ വാക്യങ്ങൾ. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി, യഹോവ എന്നെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, യഹോവ കൊടിയാണ്, അവൻ ജയത്തിന്റെ കൊടിയാണ്. സ്തോത്രം. യഹോവ നിസ്സി എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മുടെ യഹോവയുടെ നാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹോവ നിസ്സി, അവൻ ജയത്തിന്റെ കൊടിയുള്ളവനാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ തോറ്റുപോയ ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വിജയം നൽകുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അവൻ വിജയിച്ച ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അമാലേക്കര് ഇസ്രായേൽ ജനത്തിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, മോശ ഹല്ലേലൂയ പർവ്വതത്തിലേക്ക് കടന്നുപോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. അല്ലെങ്കിൽ മോശയുടെ കൈ താണു പോകുമ്പോൾ ഇസ്രായേൽ തോറ്റുപോകും. തന്റെ ഹല്ലേലൂയ സഹോദരനായിരിക്കുന്ന അവരോരും ഹല്ലേലൂയ ഹൂരും ഹല്ലേലൂയ പർവ്വതത്തിലേക്ക് കടന്നു എന്ന് സ്തോത്രം യഹോവയുടെ മോശയുടെ കൈ താങ്ങി പിടിച്ച് ഇസ്രായേൽ ജനം അമാലേക്കിനോട് ഹല്ലേലൂയ സ്തോത്രം ജയിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ നിൽക്കുന്നത് ഒരു പോരാട്ട ഭൂമിയിലാണ്. ഹല്ലേലൂയ സ്തോത്രം. നീ നിൽക്കുന്നത് ചിലതിനോട് നീ പോരേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജയിക്കുവാനല്ല, ദൈവം നിനക്ക് നൽകിയ ജയത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും തോറ്റവരല്ല, നമ്മൾ ജയിച്ചവരാ. ദൈവത്തിന്റെ ജയം എന്ന് പറയുന്ന അതൊരു പദവിയാണ്. ദൈവം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ഒരു പദവിയാണ്. സ്തോത്രം. അപ്പോൾ ഈ ജയത്തിൽ നിന്ന് നമ്മളെ തള്ളിക്കളയാൻ പിശാച് പല പദ്ധതികളും ഒരുക്കും. പൗലോസ് പറയുന്നു, ദൈവവചനത്തിൽ നാം പറയുന്നുണ്ട്, നിങ്ങളെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് എന്ത് ചെയ്യുന്നു? അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ ഈ വിജയത്തിൽ നിന്ന് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം എടുത്തു മാറ്റുവാൻ പിശാച് അവന്റെ പദ്ധതികളോടുകൂടെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ തോറ്റു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കരമുയർത്തി ഹല്ലേലൂയ സ്തോത്രം നീ വിജയം പ്രാപിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആരാധിച്ചു നീ വിജയം പ്രാപിക്കണം. ഓരാടി നീ വിജയം പ്രാപിക്കണം. പ്രാർത്ഥിച്ചു നീ വിജയം പ്രാപിക്കണം. അത് ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അത് ഹല്ലേലൂയ സ്തോത്രം. നാം ഒരിക്കലും തോറ്റവരല്ല. പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ട് യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധം ഉണ്ട് എന്ന് അവൻ പറഞ്ഞു.
സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് അവർ പറയുകയാണ് യഹോവ നിസി. യഹോവയുടെ നാമം വലുതാണെന്ന് പറഞ്ഞാൽ അവൻ ഹല്ലേലൂയ സ്തോത്രം, അവൻ ഹല്ലേലൂയ സ്തോത്രം നിസിയാണ്. യഹോവ നമ്മുടെ ജയത്തിന്റെ കൊടിയാണ്. സ്തോത്രം. 76-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചത്, അവന്റെ നാമം ഇസ്രായേലിൽ വലുതാകുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം, ആ നാമത്തിന്റെ അടുക്കിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ വായിക്കും. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി 5 മുതൽ വായിച്ചു. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സ്വാതന്ത്ര്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ ദൈവമായിരിക്കുന്ന പിതാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവം അവനെ ഉയർത്തി സകലത്തിനും മീതെയുള്ള ഹല്ലേലൂയ സ്തോത്രം മേലായ നാമം നൽകി. അതുകൊണ്ട് ഹല്ലേലൂയ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ സ്വർലോകരെയും ഭൂലോകരെയും അധോലോകരെയും സർവ്വ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ ആരാധിക്കുന്ന, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, യേശുവിൽ ഹല്ലേലൂയ വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പൈതൽ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്വർലോകരെയും ഭൂലോകരെയും അധോലോകരെയും സർവ്വ മുഴങ്കാലും മടങ്ങുന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണ്. പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുവേ നീ മാത്രമാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് എന്ന് ഏറ്റു പറയുന്ന ഒരു നാമം. ആ നാമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുന്നത്. ആ നാമത്തിൽ എന്തുണ്ട്? നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിടുതലുണ്ട്. ആ നാമത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്. ആ നാമത്തിൽ നമുക്ക് വിജയമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ മനസ്സിലാക്കി നാം മുമ്പോട്ട് പോകുന്നവരായിരിക്കണം. ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ പറയുന്നു, ഇസ്രായേലിൽ യഹോവയുടെ നാമം വലിയതാകുന്നു. ആ വലിയതായ നാമത്തെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുകയാണ്. ആ നാമത്തിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുവാൻ ഇടയനായി നമ്മളോട് കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ കരുതുന്നവനായി നമ്മളോട് കൂടെ ഇരിക്കുന്ന, നമുക്ക് വിജയം നൽകുന്ന, അല്ലെങ്കിൽ സ്തോത്രം നമ്മളെ സൗഖ്യമാക്കുന്ന ആ നാമമാണ് ദൈവത്തിന്റെ നാമം. സ്തോത്രം. അനേക കാര്യങ്ങൾ അതിനകത്ത് പറയുവാനുണ്ട്. ഈ ദൈവത്തിന്റെ നാമത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സമയത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കുറവ് മൂലം ഞാൻ ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏറ്റവും വലുതായ, ഏറ്റവും പ്രസിദ്ധമായ
ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സർവ്വമുഴങ്കാലും അടങ്ങുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പാ ഞങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളോട് ഇടയനായി ഞങ്ങളോട് കൂടുന്നതിനായി സ്തോത്രം, നല്ല വഴികളിൽ നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനാൽ നന്ദി പറയുന്നു, ഞങ്ങളെ സൗഖ്യമാക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി മനസ്സിലാക്കി, പ്രത്യേകം മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുവാൻ, അങ്ങിൽ കർത്താവ് പുകഴുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലൂടെ പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സാക്ഷ്യത്തിന് വേണ്ടി പ്രബോധിക്കുന്നു.